വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പണിപ്പാളി പോയൊരു ഓണം മേക്കപ്പ് ലുക്ക് കണ്ടാലോ. ഇതിനായിട്ട് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് മമാഅർത്തിൻ്റെ ബീട്രൂട്ട് മോയ്സ്ചറൈസർ ആട്ടോ. ഇത് നമ്മൾ ഫേസിന് ഒരു പിങ്കിഷ് ഗ്ലോ തരുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആക്കുന്നുണ്ട്. എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. അടുത്തത് യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിന്റെ പ്രൈമറാണ്. ഇത് പോസ് മിനിമൈസർ ആട്ടോ. പോസ് ഒക്കെ ക്ലോസ് ചെയ്ത് ഫേസിന് ഒരു ബ്ലറി ഫിനിഷിംഗ് ആണ് തരുന്നത്. മേക്കപ്പ് ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. യൂസ് ചെയ്യാത്തവർ യൂസ് ചെയ്ത് നോക്കുക. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈമറാണ്. 100 rupees അങ്ങനെ വരുന്നുള്ളൂ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് നൈക്കിയെന്നാണ് കേട്ടോ. അടുത്തത് കൺസീലർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഓറഞ്ച് കറക്ടർ ആണ്. എന്റെ പോലെ നല്ല ഡാർക്ക് സർക്കിൾസ് ഉള്ളവരാണെങ്കിൽ ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട് ഒക്കെ കവറായി നിൽക്കുന്നുണ്ട്. ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് യൂസ് ചെയ്യുന്നത് യെല്ലോ കറക്ടർ ആണ്. ഇത് തീർന്നിക്കുന്നത് എന്നാലും ഞാൻ നെക്കി കിട്ടുന്ന അത്രയും മുതലാക്കുന്നുണ്ട്. അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് മേബിലൈൻ്റെ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷൻ ആണ്. ഇതൊരു ഓൾ ഡേ കവറായിട്ട് നിൽക്കുന്നുണ്ട്. ലോങ് ലാസ്റ്റിംഗ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, വേഗം ബ്ലെൻഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട് ഒക്കെ ഹൈഡ് ആയി നല്ല ഫുൾ കവറേജ് ആണ് തരുന്നത്. 799 ആണ് ഞാൻ പേർപ്പിളിന് ബൈ ചെയ്തത്. ഇപ്പൊ നല്ല ഓഫറൊക്കെ ഉണ്ട്. എപ്പോഴും ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ നമ്മൾ സ്കിൻ ടോണിന്റെ കളറിന് ഒരു ഷെയ്ഡ് താഴെയാണ് എടുക്കേണ്ടത്. ഞാനെടുത്ത ഷെയ്ഡ് 128 വാം ന്യൂഡ് ആണ്. എടുത്തത് ലിപ് ബാം ആണ്. ശരിക്കും ഞാൻ ലിപ് ബാം ഫസ്റ്റ് ആടല്ലേ, എന്തോ ഇതിൽ എനിക്ക് മറന്നുപോയി. അതുപോലെ തന്നെ വീഡിയോ ബ്ലറായും പോയി. ഇനി നെക്സ്റ്റ് എടുത്തത് ഇൻസൈറ്റിന്റെ ഐബ്രോ പെൻസിൽ ആണ്. ഡാർക്ക് ഗ്രേ ആണ് ഷെയ്ഡ് വരുന്നത്. ഇന്നെ പോലെ തിന്നായിട്ടുള്ള ഐബ്രോ ഉള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നല്ല നാച്ചുറലി തിക്കായിട്ട് തന്നെ തോന്നിക്കും. ഷെയ്ഡ് നോക്കിയെടുക്കുക. അടുത്തത് ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹുദ ബ്യൂട്ടീൻ്റെ ഐ ഷാഡോ പാലറ്റ് ആണ് എടുത്തത്. 3 കളറ് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത്. ഫസ്റ്റ് ഞാനൊരു ലൈറ്റ് ബ്രൗൺ ഇട്ടപ്പോൾ എന്തൊരു രസം തോന്നിയില്ല. പിന്നെ അതിലൊരു ഷിമ്മർ കളർ, ഡാർക്ക് ഷിമ്മർ കളർ ഇട്ടപ്പോൾ അതും എനിക്ക് വലിയൊരു ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാനൊരു റോസ് കളർ ഇട്ടപ്പോൾ നല്ലൊരു വൈബ്രൻ്റ് ആയിട്ട് നല്ല രസം തോന്നിച്ചു. ഇനി എടുത്തത് ഡാസ്ലറിൻ്റെ കാർഡ് കാർഡ് നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഇനി കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് ലാക്മീൻ്റെ ഐലൈനർ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ബ്രാൻഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അത്ര പിഗ്മെന്റഡും അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് നിൽക്കുന്നുണ്ട്. മേക്കപ്പിൽ കൂടുതൽ ടൈം ഞാൻ മാറ്റി വെക്കുന്നത് എൻ്റെ കണ്ണ് എഴുതാൻ തന്നെ കേട്ടോ. എനിക്ക് അത്ര പെർഫെക്ഷനിൽ കിട്ടണം. ഇനി അടുത്തത് മസ്കാര കാണാത്തതുകൊണ്ട് ഐലൈനർ കൊണ്ട് തന്നെയാണ് ലാഷസ് ചെയ്തത്. ഒരാവശ്യം വരുമ്പോൾ കണ്ണിന്റെ മുമ്പിൽ ഒന്നും കാണൂല, അതങ്ങനെ തന്നെ ആണല്ലോ ഇല്ലെങ്കിലും. ഇനി ഇടാൻ പോകുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലഷ്. എനിക്ക് ബ്ലഷ് ഇടാൻ ഭയങ്കര ഇഷ്ടം. എൻ്റെ വീഡിയോ കാണാൻ എല്ലാവർക്കും അറിയാലോ. അത് ഇട്ടിട്ട് കൂടി പോയിട്ട് ഞാൻ കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടീനു. ഇത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നാച്ചുറൽ ലുക്കും തരുന്നുണ്ട്. ഇനി അടുത്തത് ലിപ്പ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ഡാർക്ക് ഷെയ്ഡ് എടുക്കുമ്പോഴായിട്ട് കൂടുതൽ ഭംഗി ഉണ്ടാവുക ലിപ്പ് ലൈൻ ചെയ്യുമ്പോൾ. ഞാനൊരു മെറൂൺ ഷെയ്ഡാണ് എടുത്തത്. ലിപ്സ്റ്റിക് ഇടുമ്പോൾ എപ്പോഴും ലിപ്പ് ലൈനർ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ലിപ്സ്റ്റിക് ഞാൻ 2 ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഇൻസൈറ്റിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടാമത് എടുത്തത് മമാഅർത്തിന്റെ ഒരു ചെറി കളറാട്ടോ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ഒരു ഷെയ്ഡ് കിട്ടും. പിന്നെ എടുത്തത് മമാഅർത്തിന്റെ ചെറി കളറാട്ടെ. ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ഒരു ഷെയ്ഡ് കിട്ടും. ഇൻസൈറ്റിനെക്കാളും മമാഅർത്ത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആട്ടെ. നമ്മൾ ഓയിൽ ഫുഡ് കഴിച്ചാലൊന്നും പെട്ടെന്ന് ഫേഡ് ആയി പോകില്ല. അടുത്തത് യൂസ് ചെയ്യുന്നത് NYBന്റെ പ്രോസ്റ്റോ ക്രീമാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ യൂസ് ചെയ്യുന്നത്. ഫേസ് ഒക്കെ നല്ലോണം ഹൈലൈറ്റ് ആയിട്ട് കിടക്കും. കീട്ട് പ്രൊഡക്റ്റ് ആണ്. അടുത്തത് ഞാൻ നോർമൽ ആയിട്ടുള്ള ടാൽക്കം പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് നിൽക്കാൻ വേണ്ടിയിട്ട് NYBന്റെ ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. എന്റെ പാളിപ്പോയ ഓണം ലുക്ക് കാണണ്ടായി. ശരിക്കും സാരി ഇതില്ലേനു, വൈറ്റ് സാരി. അതിന് ഒരു ആവശ്യം വരുമ്പോൾ ഒന്നും മുമ്പിൽ കാണില്ല. എല്ലാം ചെയ്ത് അവസാന നിമിഷം സാരി കാണാതെ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ലാസ്റ്റ് ഉമ്മന്റെ സാരിയാണ് എടുത്തത്. അങ്ങനെ എന്റെ തട്ടിക്കൂട്ട് ഓണലൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.